നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യചിന്തയുടെ ദിവസമാണ്. സാഹിത്യചിന്ത എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു നല്ല കവിത, ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന കവി എഴുതിയിരിക്കുന്ന കവിതയാണ് കാദംബരി എന്നൊരു കവിത. ഒന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണം എന്നൊരു മോഹം. ഞാൻ ആ കവിതയിലേക്ക് കടക്കട്ടെ. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാവന എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനങ്ങ് പാടുന്നു. എനിക്കറിയാവുന്ന ഈണത്തിൽ. ഈ കവിത ഞാൻ പാടി കേട്ടിട്ടില്ല കേട്ടോ, പുസ്തകത്തിൽ അച്ചടിച്ച് വന്ന് കണ്ടിട്ടുണ്ട്. കവനമഞ്ജരി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലുള്ളൊരു കവിതയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിത എനിക്കറിയാവുന്ന ഈണത്തിലും ഭാവത്തിലും ഞാൻ ഒന്നിവിടെ അവതരിപ്പിക്കുന്നു. കാദംബരി കാദംബരി പ്രേമ കാവ്യോത്സവങ്ങളിലെ പേടകം ഭേദിച്ചു ജീവൻ്റെ നാദതാദങ്ങളുയർത്തുപാടുന്നു നിൻ വേദന പൂക്കും വസന്തവനങ്ങളിൽ. കാദംബരി ബാണഭട്ടൻ തപം ചെയ്യും ഹിമശ്വേത ശൈലശൃംഗങ്ങളിൽ മുല്ല പൂക്കുന്നതും ചന്ദനം ചാർത്തിയ വെണ്ണതീതീരങ്ങൾ ചന്ദനം ചാർത്തിയ വെണ്ണതീതീരങ്ങൾ ചന്ദ്രികാ വർഷത്തിലാറാടി നിൽക്കയും ചന്ദ്രികാ വർഷത്തിലാറാടി നിൽപ്പതും മേഘമാർഗങ്ങളിലേതോ പുരാതനം പ്രേമബാഷ്പം ഘനീഭൂതമാവുന്നതും നീ അറിയുന്നില്ല കാദംബരി, നീ അറിയുന്നില്ലയെങ്കിലും ജന്മങ്ങളേറ്റുവാങ്ങുന്നു ഉണ്ടു നിൻ രാഗജീവിതം. ജന്മങ്ങളേറ്റുവാങ്ങുന്നുണ്ട് നിൻ രാഗജീവിതം. നീ ഇന്ദ്രിയത്തിങ്കൽ ഭേദിച്ച നീ ഇന്ദ്രിയാർത്തികൾ ഭേദിച്ചു ചിൽപ്രേമചന്ദ്രകാന്തം പൊൽനിലാവിലലിഞ്ഞവൾ കാദംബരി. നീ ഇന്ദ്രിയാർത്തികൾ ഭേദിച്ചു ചിൽപ്രേമ ചന്ദ്രകാന്തം പോൽ നിലാവിലലിഞ്ഞവൾ പൂവിലും പൂമ്പാറ്റ തേടുന്ന ജീവൻ്റെ നോവിലും രാഗപരാഗമായി തീർന്നവൾ കാദംബരി. പൂവിലും പൂമ്പാറ്റ തേടുന്ന ജീവൻ്റെ നോവിലും രാഗപരാഗമായി തീർന്നവൾ. ഞാനാ പുരാതന കാവ്യോത്സവം പകുത്തോരോ ഋതുവിലും നിന്നെ വായിക്കുന്നു. ഞാനാ പുരാതന കാവ്യോത്സവം പകുത്തോരോ ഋതുവിലും നിന്നെ വായിക്കുന്നു. വാക്കുകളൊക്കെ വസന്തങ്ങളായി തീർന്നു. വാക്കുകളൊക്കെ വസന്തങ്ങളായി തീർന്നു. വേൾക്കുന്നു നീയാകും അർത്ഥാന്തരങ്ങളെ. വാക്കുകളൊക്കെ വസന്തങ്ങളായി തീർന്നു. വേൾക്കുന്നു നീയാകും അർത്ഥാന്തരങ്ങളെ. കാദംബരി വേൾക്കുന്നു നീയാകും അർത്ഥാന്തരങ്ങളെ. ഈ കവിത എനിക്കിഷ്ടം തോന്നി, ഞാനൊന്ന് പാടി, ഞാനൊന്ന് ചൊല്ലി, അത്രയേ ഉള്ളൂ. ആലങ്കോട് ലീലാകൃഷ്ണൻ നല്ലൊരു കവിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ പല പല കവിതകളും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ എനിക്ക് അങ്ങോട്ട് അദ്ദേഹത്തെ പരിചയമുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അദ്ദേഹത്തിന് എന്നെയൊന്നും ഓർമ്മയുണ്ടാകാൻ വഴിയില്ല. ഒന്ന് രണ്ട് സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇതൊന്ന് പാടി നോക്കൂ.
അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് കേൾപ്പിക്കൂ, 2-3 പ്രാവശ്യം കേട്ടു നോക്കൂ. അപ്പോഴാണ് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാകുന്നത്, നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഇതുവഴി ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും മറ്റുള്ളവർ നിങ്ങൾ ഈ കവിത കേൾപ്പിക്കുന്നു ഉള്ള പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഇത് നമ്മുടെ ചാനൽ കഥകളതിസാഗരം. ആഴ്ചയിൽ പതിവുള്ളൊരു സാഹിത്യ ചിന്തയാണ് ഈ കവിത. ഈ ആഴ്ചയിലെ എൻ്റെ കോൺട്രിബ്യൂഷൻ ഈ കവിതയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.